റെഡ് കളർ ആവണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന ആളെ മുറുകെ പിടിച്ചിട്ട് ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇറ്റ്സ് മീ റംലേഷ്, സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഓഫ് ഫിജിക്കാർഡ്. താങ്ക് യു. എന്തായാലും തകർത്തു. ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം. പറയാൻ വാക്കുകളില്ല. ഈ ഊർജം കിട്ടിയത് വേറെ എവിടുന്നും അല്ല, പവർ ഓഫ് ഫിജിക്കാർഡ്. മനസ്സിലായോ? അപ്പോ മാം ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ പുതിയ ആളുകൾ ഇത് കേൾക്കാൻ കോച്ചേറ്റിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? മനസ്സിലായില്ല. ഓക്കെ, അപ്പോ നല്ല കാര്യം. ഫിജിക്കാർഡിന് അല്ലെ ഹോള് മതിയാകാതെ വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഹോള് മാറ്റേണ്ട അവസ്ഥയാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് ആളുകള് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ പ്ലാൻ ഒന്നും ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളെ കൊണ്ട് മൊമെന്റ് നൽകുന്നത് വേറെ ആരുമല്ല, അതേ നാട്ടുകാരി, സ്വന്തം കൂട്ടുകാരി, കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അനീഷ ഹിലാൽ മാമിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. എക്സ്പീരിയൻസ് എന്തായാലും സരിത മാം പരിചയപ്പെടുത്തി, കൂടുതലായിട്ട് പറയണില്ല, സമയമില്ല എന്ന് പറഞ്ഞില്ലേ. എങ്കിലും ഷോർട്ടായിട്ട് പറയാം. ഒരു സിംഗിൾ മദറായിട്ട് തന്നെ, സിംഗിൾ പാരൻ്റായിട്ട് തന്നെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തിരക്കിലും വർക്കിനിടയിലും തിരക്കിനിടയിലും നല്ലൊരു അച്ചീവ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചതിന് പഠിച്ചവനോട് ആദ്യം നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവണം എന്നത് നിങ്ങൾ ഇവിടെ വരണം കേട്ടോ, എന്നാലേ അറിയുള്ളൂ. സത്യം പറയാം, അമ്മയോട് പറയാണ്, ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരണം, എന്നാൽ മാത്രമേ ഈ ഒരു സന്തോഷം എന്താണെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഇതാണ് സ്റ്റേജിൽ കയറിയ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഫീൽഡല്ല, പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഇതൊരു സോഷ്യൽ വർക്ക് തന്നെയാണ്. നമ്മളിലൂടെ 10 ആൾക്ക് വരുമാനം വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അല്ലെ. അപ്പൊ നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് അച്ചീവ് ചെയ്തിട്ടുള്ള മഹേശ്വരി മാമിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹിലാൽ മാം, മാമിനെ കൂടെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം. മഹേശ്വരി മാമിന് മൊമെന്റ് നൽകുന്നത് വേറെ ആരുമല്ല, സജിത മാം ആണ്. കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സജിത മാമിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മാം, വെൽക്കം ടു സ്റ്റേജ്. നല്ലൊരു കൈയടിട്ടോ. സെക്കൻഡ് മാം എന്ന് പറയുന്നത് ഒരു 20,000 മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ വളരെയധികം സന്തോഷം നിമിഷം. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ അനീഷ മാമിന് മൊമെന്റ് കൊടുക്കുന്നതിന് വേറെ ആരുമല്ല, പവർഫുൾ ലേഡി ലീഡറും എല്ലാവരുടെയും ഇഷ്ടതാരവുമായിട്ടുള്ള കമ്പനിയുടെ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഉറങ്ങി പോകും അല്ലെ. അപ്പൊ എന്തായാലും ഇവിടെ ചെറിയ ഷോർട്ട് ഞാൻ എക്സ്പീരിയൻസ് പറയാട്ടോ. അവസരമാണ്. എനിക്കും ഇൻകം വന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ അതിൽ വിജയിച്ച കയറി വന്നാൽ നല്ലൊരു വിജയമാണ്. ആദ്യം ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ അതിൽ മുന്നോട്ട് വരണം, നല്ലൊരു തീരുമാനം കൊടുക്കണം. താങ്ക് യു. കണ്ണിൽ പൊന്നീച്ച് പറക്കുന്നുണ്ട്. കാരണം അവിടെ ഉള്ളത് കാണില്ല, സത്യമായിട്ട് കാണില്ല. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സമയത്ത് കുറച്ചെങ്കിലും സംസാരിച്ചിരുന്നു. കാരണം അന്ന് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, ആൾക്ക് വർക്കിന് തിരക്കിലായതുകൊണ്ട് ലീവ് കിട്ടിയില്ല. അപ്പോൾ സംസാരിക്കാൻ കുറച്ച് പേടി കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ല ആള്. അപ്പം അതുകൊണ്ട് എനിക്ക് ടെൻഷനുണ്ട്, അവിടെ ആൾക്കും അതിനായ ടെൻഷൻ ഉണ്ടാവും.
അപ്പോൾ എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനീഷ ഹിലാൽ. അനീഷ ആയിരുന്നു, ഇന്നിപ്പോൾ PG കാർഡിൽ കയറി പിന്നീട് ഹിലാൽ എന്നൊരു പേര് ഹനീഷ ഹിലാൽ എന്നാക്കിയത്. പാലക്കാട് ജില്ലയിലെ കൂടൽ സ്വദേശിയാണ്. ഈ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത് റംസീന മാം എന്നൊരു തൊട്ട വീട്ടിലെ ഒരു കുഞ്ഞഞ്ചത്തിയായിരുന്ന ഓളിലൂടെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ലാബ് ടെക്നീഷ്യൻ കൂടെയാണ്. ആ ലാബ് ടെക്നീഷ്യൻ ഒരു 2-3 മാസത്തേക്ക് ചെറിയൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് റംസീന മാമും അതുപോലെ ഈ സരിത മാമും കൂടെ പ്ലാൻ തന്നെ. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. പക്ഷെ റിസൈൻ ചെയ്ത് വീണ്ടും തിരിച്ചു കയറണം വിചാരിച്ചായിരുന്നു. പക്ഷെ ഈ ഒരു കൺസെപ്റ്റിലോട് വന്നതിന് പിന്നെ തിരിച്ചു കയറണം എന്നുള്ള ഒരു ആഗ്രഹം ഇതുവരെ തോന്നിയില്ല. കാരണം ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ജോബിന് അത് മെഡിക്കലാണ്. പക്ഷെ നമുക്കറിയാം പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന അവിടെ എത്ര സാലറി കിട്ടും എന്നുള്ളത് വർക്ക് ചെയ്ത ആൾക്ക് അറിയാം അല്ലേ? അറിയാം. നമ്മുടെ രചനൊക്കെ ആ ഒരു വർക്ക് ഏറ്റെടുത്ത ആളാണ്. അപ്പോൾ ആൾക്ക് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ടില്ല, ഇനിയിപ്പോൾ മുന്നോട്ട് PG കാർഡിലുണ്ട്. അപ്പോൾ ഈ അടുത്തത് റാങ്കിൽ എത്തിയിട്ട് നമുക്ക് എല്ലാവരും കാണാം. താങ്ക് യു മാം. The world is cold. We stand surrounded. We are not alone. Within my reverie, there's holy light. Without an unknown, we stand and fight. And Lord ignite. The world is cold. സെക്കൻഡ് റാങ്കിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മുടെ അനീഷ മാമിനെ ഒരു ബിഗ് കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് സെറമണിയാണ്. ഇനിയും അടുത്ത റാങ്കിലേക്ക് എത്രയും ഫാസ്റ്റായിട്ട് തന്നെ അച്ചീവ്